നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ MLA ഇതിനു മുമ്പിലത്തെ ഇലക്ഷന് മത്സരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ആസ്തി വെറും 4 ലക്ഷം രൂപയായിരുന്നു. 2021 ഇലക്ഷൻ കമ്മീഷന് കൊടുത്തതിൽ 18 കോടിയായിട്ട് ഉയർന്നു. അപ്പൊ ഒരു പണിയും ചെയ്യാത്ത, ഒരു വരുമാനമില്ലാത്ത ഒരാളുടെ ആസ്തി 4 ലക്ഷത്തിൽ നിന്ന് എങ്ങനെ 18 കോടിയായി ഉയർന്നു എന്നുള്ളതാണ്. ഇത്തവണ അദ്ദേഹം മത്സരിക്കുമ്പോ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. 18, 36, 50 കോടിയോ ആയിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം അത് ജനങ്ങളുടെ പൈസയാണ്, ഈ നാടിന്റെ പൈസയാണ്, ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരന്റെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ പൈസയാണ് ഈ 18 കോടി രൂപ എന്ന് പറയുന്നത്. അപ്പോ ഇവരെ നേരിടാനായിട്ട് ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വേണം. അങ്ങനെ രാവും പകലുമില്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അന്വേഷിച്ചു. അവസാനം ഹൈക്കോടതിയിൽ 28 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിനെ കണ്ടെത്തി. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. അദ്ദേഹത്തിന്റെ പേരുമായിട്ട് ഡൽഹിക്ക് ലിസ്റ്റ് കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ ഇന്നലെ രാവിലെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു വാട്സപ്പ് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മീഡിയയുടെ മുമ്പില് സങ്കടത്തോടെ വിതുമ്പുന്നത് ഞാൻ കണ്ടു. അത് പൂർണ്ണമായിട്ട് ഞാൻ കേട്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, ഈ കഴിഞ്ഞ 35 വർഷക്കാലം ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്റെ ജീവനാണ് കൊടുത്തത്. ഞാൻ എന്റെ പാർട്ടിയെ വിട്ടില്ല, എന്റെ പാർട്ടിയെ പണയം വെച്ചില്ല, ഞാൻ പാർട്ടി വെച്ച് പണമുണ്ടാക്കിയില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ, എന്റെ കിടപ്പിലായ ഭാര്യയോട് ചോദിക്ക്. അതില് രാജിയില് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് സ്ഥിരമായ മേൽവിലാസമില്ല. കാരണം ഒരു വാടക വീട്ടിൽ ഞാൻ താമസിക്കും. വാടക കൊടുക്കാൻ പറ്റാതെ വരുമ്പോ അവരിറക്കി വിടും, അടുത്ത വീട്ടിലേക്ക് പോകും, അവിടെ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകും. അങ്ങനെ വാടക വീടാണ് എന്റെ അഡ്രസ്സ്. അതുകൊണ്ട് എനിക്ക് സ്ഥിരമായ അഡ്രസ് ഇല്ല എന്ന്. ഇത് കേട്ടപ്പോ എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. 35 വർഷം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ജീവിച്ച് ആ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം സഹിച്ച് അടികൊണ്ട് ജയിലിൽ കിടന്ന് ആ മനുഷ്യൻ ഒരു പൈസ സമ്പാദിച്ചില്ല എന്നുള്ളത്